അതാണ് മഞ്ചേശ്വരം MLA വ്യക്തമാക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നേവിയുടെ ആളുകൾ ഈ പറയുന്ന മുങ്ങൽ വിദഗ്ധരടക്കം ഇവിടെ എത്തിക്കൊണ്ട് ഈ തെരച്ചിലിന്റെ ഭാഗമാകുന്നുണ്ട്. നേവിയുടെ സംഘമുണ്ട്, SDRFന്റെ സംഘമുണ്ട്, NDRFന്റെ സംഘമുണ്ട്, മാൽപ്പയുടെ സംഘമുണ്ട്. മാൽപ്പയുടെ കൂടെ മറ്റൊരാളുമാണ് ഇപ്പോൾ ഈ തെരച്ചിലിന്റെ ഭാഗമായി ഇവിടെ ഉള്ളത്. അങ്ങനെ വൻ സന്നാഹം തന്നെ നമുക്കിപ്പോൾ ഈ പുഴയിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അർജുനായുള്ള തെരച്ചിലിന്റെ ഭാഗമായി ഈ സമയത്ത് പുഴയിൽ നമുക്ക് കാണാൻ കഴിയുന്നു എന്നതാണ്. അത്ര ശക്തമായ അതിലെ വലിയ ഊർജിതമായ ഒരു തെരച്ചിൽ ഇപ്പോൾ സേനയുടെ എല്ലാ വിഭാഗങ്ങൾ, എല്ലാ ഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടെന്നതാണ്. മത്സ്യത്തൊഴിലാളികൾ ഉണ്ട്, അവരുടെ 2 വള്ളങ്ങളുണ്ട്, സൈന്യമുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലുമുള്ള വലിയ തിരച്ചിൽ തന്നെ ഈ സമയത്ത് അർജുനായി ഇപ്പോൾ ഗംഗാവാലി പുഴയിൽ നടത്തുന്നു എന്നതാണ്. അതായത് ഒരു 100 മീറ്ററിനുള്ളിൽ തന്നെ ഈ വാഹനം ഉണ്ടാകും എന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ. അതാണ് MLA പങ്കുവെക്കുന്നത്. അങ്ങനെ ആ ഭാഗം കേന്ദ്രീകരിച്ച് ഉള്ളൊരു പരിശോധനയാണ്. അതായത് ഈ തീരത്തു നിന്നും ഏതാണ്ട് 100 മീറ്റർ ഉള്ളിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ വാഹനം ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടത്തുന്നത്. അതിന് ഏറ്റവും ഒരു ക്ലൂ അല്ലെങ്കിൽ ഏറ്റവും ഒരു വലിയ സൂചനയായി അവർക്ക് കിട്ടിയത് ഈ പറയുന്ന ഇന്ധനം കലർന്ന വെള്ളമാണ്. നേരത്തെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ ജാക്കി കിട്ടിയിരുന്നു, ഹൈഡ്രോളിക് ജാക്കി കിട്ടിയിരുന്നു. അതിൽ നിന്ന് നേരെ മാറിയുള്ള ഒരു സ്ഥലത്താണ്, അതുകൊണ്ട് ഒരു 50 മീറ്റർ അപ്പുറത്തേക്ക് മാറിയുള്ള സ്ഥലത്താണ് വെള്ളത്തിൽ ഇപ്പോൾ ഈ പറയുന്ന ഓയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ആ സ്ഥലത്താണ് കൂടുതൽ ഊർജിതമായ പരിശോധന നടത്തുന്നത്. നമുക്കറിയാം അർജുൻ മാത്രമല്ല മറ്റ് 2 കർണാടക സ്വദേശികളെ കൂടി കിട്ടാനുണ്ട്. അവർക്ക് വേണ്ടിയുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടത്തുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ കണ്ടതുപോലെ തന്നെ വളരെ ഊർജിതമായ വളരെ വലിയ സന്നാഹങ്ങളോട് കൂടിയുള്ള തെരച്ചിൽ നേവിയുടെ സംഘം നമുക്ക് കാണാൻ സാധിക്കും. നേവിയുടെ മുങ്ങൽ വിദഗ്ധർ, നേവിയുടെ 2 പേർ, 2 മുങ്ങൽ വിദഗ്ധരാണ്. അവരാണ് വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി, അവർ നേരത്തെ വെള്ളത്തിൽ ഇറങ്ങി ഒന്നുകൂടി വെള്ളത്തിൽ ഇറങ്ങാനായി തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അതായത് നേവിയുടെ 2 പേർ, ഒപ്പം തന്നെ മാൽപ്പയുടെ സംഘത്തിന്റെ ഈശ്വർ മാൽപ്പയുടെ സംഘത്തിന്റെ 2 പേർ, ഒപ്പം SDRFന്റെ NDRFന്റെ ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ഇപ്പോൾ ഈ തെരച്ചിലിന്റെ ഭാഗമാകുന്നുണ്ട് എന്നതാണ്. അത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. രാവിലെ കണ്ട കാഴ്ചയല്ല ഇപ്പോഴുള്ളത്. കാരണം രാവിലെ ഈ തെരച്ചിൽ വൈകി 201 നോട്ട്സ് എന്നതാണ് ഇപ്പോൾ MLA വ്യക്തമാക്കുന്നത്. 201 നോട്ട്സ് മാത്രമാണ് ഇപ്പോഴത്തെ ഈ ജലത്തിന്റെ വേഗത. അപ്പൊ അതുകൊണ്ട് അത് വളരെ അനുകൂലമാണ് എന്നതാണ്. കാരണം 3 നോട്ട്സിന് താഴെ ഉണ്ടെങ്കിൽ ഇറങ്ങാൻ കഴിയും എന്ന് മാൽപ്പ വ്യക്തമാക്കിയത്. ഇപ്പോൾ 2 നോട്ട്സ് 1 ആണ്. അതിപ്പോ അത് 8 മണിക്ക് തന്നെ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ അനുകൂലമായ ഒന്ന് തന്നെയായി മാറിയാണ്. പക്ഷേ 10 മണിക്കാണ് ഈ തെരച്ചിലൊക്കെ ആരംഭിച്ചത്. പക്ഷേ ഈ സമയത്ത് നമുക്ക് വളരെ ഊർജിതമായ തെരച്ചിൽ പുഴയിൽ നടക്കുന്നു എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. എല്ലാവിധ സേനാ സംവിധാനങ്ങളും ഇവിടെ എത്തിക്കൊണ്ട്, അതായത് സൈന്യത്തിന്റെയും മത്സ്യത്തൊഴിലാളികളുടെയും ഒക്കെ തന്നെ ആളുകൾ ഇവിടെ എത്തിക്കൊണ്ട് ഈ തെരച്ചിലിന്റെ ഭാഗമാകുന്നു എന്നതാണ്. പക്ഷേ MLA പറഞ്ഞത് 5:30യോടുകൂടി തെരച്ചിൽ അവസാനിപ്പിക്കും എന്നതാണ്. പക്ഷെ അത് എത്രത്തോളം ഈ തെരച്ചിൽ ഇപ്പോൾ ഒരു നേവിയുടെ ആൾ ഇപ്പോൾ ഈ പുഴയിൽ ഇറങ്ങിയിട്ടുണ്ട്. നേവിയുടെ ഒരു മുങ്ങൽ വിദഗ്ധൻ ഇപ്പോൾ പുഴയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഒരു മുങ്ങൽ വിദഗ്ധൻ ഈ പറയുന്ന അവിടെ ഉണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം ഇറങ്ങും. ഒരാളാണ് ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ആ പ്രദേശത്ത് ഇപ്പോൾ മുങ്ങൽ വിദഗ്ധൻ ഇറങ്ങിയ സ്ഥലത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ നിന്നാണ് അല്പം മുമ്പ് ഈ പറയുന്ന ഒരു ഉപകരണം കിട്ടിയത്. പക്ഷെ അത് അർജുന്റെ വാഹനത്തിന്റേതല്ല, അത് ടാങ്കർ ലോറിയുടേതാണ് എന്നതാണ് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഭാഗത്ത് ഇപ്പോൾ സൈന്യത്തിന്റെ ഒരു മുങ്ങൽ വിദഗ്ധൻ ഇറങ്ങിയിട്ടുണ്ട്. മറുവശത്ത് ഓയിൽ കണ്ട സ്ഥലത്താണ് ഈ പറയുന്ന ഈശ്വർ മാൽപ്പയുടെ സംഘവും NDRFന്റെ സംഘവും ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. പക്ഷേ ഈശ്വർ മാൽപ്പ അടക്കമുള്ള സംഘം വിശ്രമത്തിന്റെ ഭാഗമാണോ എന്നറിയില്ല, അല്ലെങ്കിൽ ഒരു നിരീക്ഷണത്തിന്റെ ഭാഗമായിരിക്കാം. അവർ ഇപ്പോൾ പുറത്താണുള്ളത്, അവർ മുങ്ങിയിട്ടില്ല. ഈ പറയുന്ന സൈന്യത്തിന്റെ നേവിയുടെ അംഗമാണ് ഇപ്പോൾ ഈ പറയുന്ന വെള്ളത്തിൽ മുങ്ങിയുള്ള തെരച്ചിൽ ഇപ്പോൾ നടത്തുന്നത്. ചുറ്റും ആളുകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും NDRFന്റെ ഒക്കെ സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. കാരണം ഈശ്വർ മാൽപ്പയെ കഴിഞ്ഞ ദിവസം ഈ വെള്ളത്തിൽ ഒഴുകിപ്പോയതാണ്. പക്ഷെ ആ ഒരു സാഹചര്യം ഇപ്പോഴില്ല എന്നതാണ്. കാരണം അത്ര വലിയ ഒഴുക്കില്ല, 2 നോട്ട്സ് 1 മാത്രമാണ്. അപ്പൊ അത് എന്തുകൊണ്ടും അനുകൂലമായ സാഹചര്യമാണ്. പക്ഷേ അന്തരീക്ഷം ഏകാവൃതമാണ്. ചെറിയ തോതിൽ ചാറ്റൽ മഴ ഇപ്പോൾ ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നു എന്നതാണ്. അത് അല്പം ആശങ്ക ഉണ്ടാക്കുന്നതാണ്. പക്ഷേ വലിയ തോതിൽ ജലനിരപ്പ് ഉയരാനോ അടിയൊഴുക്ക് കൂടാനോ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇന്നത്തെ തെരച്ചിൽ. അത് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതുപോലെയല്ല, വളരെ ഊർജിതമായ തെരച്ചിൽ തന്നെ NDRFന്റെയും നേവിയുടെയും ഒപ്പം തന്നെ ഈശ്വർ മാൽപ്പ, ഒപ്പം മത്സ്യത്തൊഴിലാളികൾ, അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും സന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ ഗംഗാവലി പുഴയിൽ നടക്കുന്നത്.